നമസ്കാരം. ചൈനയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കളൊക്കെ ചങ്കില ചൈന, മധുരമനോജ്ഞ ചൈന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവിടെ എല്ലാം ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്നുള്ളത് പോലും പാർട്ടി തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ഇപ്പോൾ ചൈനയിൽ നിന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്, അതേസമയം വേദനിപ്പിക്കുന്നതുമാണ്. വ്യാപകമായി തന്നെ ക്രിസ്തുമത വിശ്വാസികളെ, പ്രത്യേകിച്ച് പുരോഹിതരെ ചൈനീസ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. കൂടാതെ പല പള്ളികളും ഇപ്പോൾ ബുൾഡോസറുകളും മറ്റും ഉപയോഗിച്ച് അവർ ഇടിച്ചു നിരത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ചൈനയിലെ രീതി അനുസരിച്ച് പള്ളിയാണെങ്കിലും അതുപോലെ അവിടെ പുരോഹിതന്മാരാണെങ്കിലും ഒക്കെ തന്നെ സർക്കാരിൻ്റെ അംഗീകാരം കൂടി ലഭിച്ചവരായിരിക്കണം. ഈ സർക്കാരിൻ്റെ അംഗീകാരം എങ്ങനെയാണ് നൽകുന്നത് വെച്ചാൽ പാർട്ടിയോടുള്ള അവരുടെ കൂറ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്നെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തങ്ങളോട് കൂറ് കാണിക്കാത്തവരൊന്നും തന്നെ അവർ അംഗീകരിക്കുകയുമില്ല. അപ്പോൾ ഇത്തരം സഭകൾക്കൊക്കെ തന്നെ, ചില പ്രൊട്ടസ്റ്റന്റ് സഭകളാണ് ഇതിൽ പ്രധാനപ്പെട്ട പലതും, അവർക്ക് രഹസ്യമായാണ് പ്രവർത്തിക്കാൻ അവിടെ കഴിയുക. ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിപുലമായ ചാര സംവിധാനമുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുകയും ഇത്തരത്തിലുള്ള പള്ളികൾ ഇടിച്ചു നിരപ്പാക്കാനും അവിടെയുള്ള പുരോഹിതന്മാരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനും അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച ഏതാണ്ട് 9ഓളം ക്രിസ്തുമത നേതാക്കളെയാണ് പോലീസ് പിടികൂടിയിരുന്നത്. ഇതിൽ 5 പേരെ ബുധനാഴ്ച വിട്ടയച്ചുവെങ്കിലും 4 പേർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ജയിലിൽ കഴിയുന്നവരിൽ ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട ചില ക്രൈസ്തവ സഭകളുടെ പ്രധാന നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവരെ എപ്പോൾ വിട്ടയക്കുമെന്നോ ഇവരുടെ പേരിൽ കുറ്റം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ധാരണയും ആർക്കും അവർ നൽകാറുമില്ല. BBC പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബ്രിട്ടനിലുള്ള ചൈനീസ് എംബസിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിരുന്നുവെങ്കിൽ പോലും അവർ ഇക്കാര്യത്തിൽ തികഞ്ഞ അജ്ഞത നടിക്കണം, അതല്ലെങ്കിൽ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ചൈന അടിസ്ഥാനപരമായി ഒരു മതത്തെ നിരസിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് അവിടെ കൂടുതലും മതവിരുദ്ധരാണ് ഉള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ മതങ്ങളെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നല്ല. കൂടാതെ അവർക്ക് അവരുടേതായ വളരെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെയുണ്ട്. ചൈനയിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ ധാരാളമായി നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ കാര്യത്തിലും അവിടെ നടക്കുന്ന ഈ ക്രൂരമായ പീഡനങ്ങളും അറസ്റ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പല പള്ളികളും ഇടിച്ചു നിരപ്പാക്കുന്നത്, അതായത് ബുൾഡോസറും ക്രെയിനുകളും എല്ലാം ഉപയോഗിച്ച് ഇടിച്ചു നിരപ്പാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പള്ളി പൊളിക്കാനോ ഒക്കെ വരുമ്പോൾ അവിടെ ആ പരിസരത്ത് താമസിക്കുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷമാണ് ഇവർ പള്ളി പൊളിക്കുന്നതും മറ്റും ചെയ്യുന്നത്. ആരെങ്കിലും മൊബൈൽ ഫോണിലോ മറ്റോ ഇത് ചിത്രീകരിക്കുകയാണോ എന്നുള്ള കാര്യവും അവർ വളരെ കൃത്യതയോട് തന്നെ പോലീസുകാർ നിരീക്ഷിക്കാറുണ്ട്. സായുധരായ വലിയൊരു സംഘം പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പള്ളി പൊളിക്കൽ പരിപാടികളൊക്കെ തന്നെ അവിടെ നടക്കുന്നത്. ചൈനയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന സഭകളിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ നേരത്തെ ചെയ്തിരുന്നത് അവരെ പോലീസ് നേരിട്ട് വിളിപ്പിച്ച് അവർക്ക് കർശനമായ നിർദ്ദേശം നൽകുമായിരുന്നു. എന്നിട്ടും അവർ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തുമായിരുന്നു. പിഴ ചുമത്തിയിട്ടും അവർ വീണ്ടും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതായിരുന്നു അവരുടെ രീതി. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നേരെ അവരെല്ലാവരും പിടിച്ചുകൊണ്ട് ജയിലിടുക എന്നുള്ള രീതിയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അവിടെയുള്ള പാസ്റ്റർമാരാണെങ്കിലും അതുപോലെ പള്ളികളാണെങ്കിലും എല്ലാം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചൈനയിലെ കർശനമായ നിയമം. നമ്മുടെ ഇന്ത്യയെ പോലെ രാജ്യങ്ങളൊന്നും തന്നെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പക്ഷേ ആർക്കും അവിടെ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ചോദ്യം ചെയ്താൽ അവർ അന്ന് തന്നെ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഇക്കാര്യത്തിൽ പരസ്യ പ്രതിഷേധം നടത്താറില്ല. എങ്കിലും പള്ളി പൊളിക്കുന്നതിൻ്റെയും മറ്റുമൊക്കെ ദൃശ്യങ്ങൾ പലരും രഹസ്യമായി ചിത്രീകരിച്ചത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ബുൾഡോസറുകളും ക്രെയിനുകളും ഒക്കെ എത്തി പള്ളി ഇടിച്ച് നിരപ്പാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏർലി റയൻ കവനൻ്റ് ചർച്ച്, സിയോൺ ചർച്ച് തുടങ്ങിയ അവിടുത്തെ പല പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസ സംഘടനകളെയൊക്കെ തന്നെ പോലീസ് നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2018 ഇവയിൽ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തവർ ജയിലിലടച്ചു. ഇപ്പോൾ 2027 വരെ അദ്ദേഹത്തെ തടവിലിട്ടിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്നാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചൈനയെ വാഴ്ത്തി പാടുന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നു രാജ്യത്തെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഇവർ തന്നെ അവരുടെ മാതൃരാജ്യം എന്ന് പറയുന്നത്, അത് നമ്മുടെ രാജ്യം എന്നാണ് ചൈനയെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കാറുള്ളതെന്ന കാര്യം അവർക്ക്. ആ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ക്രൂരമായ രീതിയിലുള്ള പീഡനം ക്രൈസ്തവർ നേരിടേണ്ടി വരുന്നത്. അവിടെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുമതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണോ ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് സ്വാഭാവികം സംശയം തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ
കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ആർക്കും തന്നെ ചൈനയിൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ അവരുടേതായ ലോകത്ത് ജീവിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ചൈന. അവിടുത്തെ സർക്കാരിൻ്റെ എല്ലാ നടപടികളും അതീവ രഹസ്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനും ചാരപ്പണി നടത്താനൊക്കെ ഒരാളുകൾ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ നാളെ ക്രിസ്തുമതത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു നീക്കമാണോ നടക്കുന്നതെന്ന് സ്വാഭാവികമായും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും.